Hello, Assalamu alaikum. Very good morning. In today's class, we are going to see about assembly language and coding with assembly language. So, what is meant by an assembly language? Assembly language is a low-level language. അത് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എഴുതുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നിമോണിക്സ് എന്ന് വെച്ചാൽ എന്താ, ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ കമാൻഡ്സ് കൊടുക്കുക. ദാറ്റ് മീൻസ് ദ കീവേഡ്സ് ആർ ലൈക്ക് ഇംഗ്ലീഷ് വേർഡ്സ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും ലോ ലെവൽ ലാംഗ്വേജസ് ആണ്. ബിക്കോസ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഹൈ ലെവൽ ലാംഗ്വേജസ്. ലൈക്ക് അവർക്ക് ബൈനറി ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ കൺവേർട്ടഡ് മെഷീൻ ലാംഗ്വേജിലായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റേണ്ടത്. ബട്ട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമാൻഡ്സ് ആയിരിക്കും, കോഡ്സ് ആയിരിക്കും. സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നിമോണിക്സ്, ഇംഗ്ലീഷ് ലൈക്ക് കമാൻഡ് വേർഡ്സ്. അപ്പം നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ നമുക്ക് എപ്പോഴും മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിന് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ആർ യൂസിങ് അസംബ്ലേഴ്സ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജസ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അസംബ്ലി കോഡ് ലാംഗ്വേജ് കോഡ്സ് എല്ലാം നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അസംബ്ലർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഈ അസംബ്ലർ എന്താണെന്ന് നമുക്കറിയണം. അതിന് മുമ്പേ നമുക്ക് അസംബ്ലി ലാംഗ്വേജസിൻ്റെ നിമോണിക്സ് എങ്ങനെ എഴുതുന്നതെന്നൊരു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹിയർ ഇറ്റ് ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസ് സെൻസിറ്റീവ് അല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഏതർ ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ ഇതിൻ്റെ കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കീവേഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡുകളാണ്. എന്താണ് അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്ന കമാൻഡുകളാണ് കീവേഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കീവേഡ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ അഡീഷൻ ചെയ്യണം എന്ന് വെച്ചു. അപ്പം ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഞാനിവിടെ യൂസ് ചെയ്യുന്നു. യു ക്യാൻ യൂസ് എനിത്തിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. ഈവൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ സ്മോൾ ലെറ്റർ ഓൾസോ. സോ ഇഫ് ഐ വോണ്ട് ടു ഡു ആൻ അഡീഷൻ പ്രോഗ്രാം, വാട്ട് ഐ വിൽ ഡു, നമുക്ക് അതിനുള്ള കമാൻഡ് കൊടുക്കണം. കമ്പ്യൂട്ടറിനോട് പറയണം നീ ആഡ് ചെയ്യാനുള്ള ഡേറ്റയും പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ അതിൻ്റെ കമാൻഡും കൊടുക്കണം. സോ ആ കമാൻഡ് കൊടുക്കാൻ, അഡീഷൻ എന്നുള്ള കമാൻഡ് കൊടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് ആഡ്. അഡീഷന് കൊടുക്കുന്നതാണ് ആഡ്. അതുപോലെ തന്നെ സബ്ട്രാക്ഷന് നമുക്ക് സബ്, ഡിവിഷന് നമുക്ക് DIV, മൾട്ടിപ്ലിക്കേഷന് നമുക്ക് MUL, നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ INC, ഡിക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ DEC. അങ്ങനെ നമുക്ക് ഓരോ കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അല്ലേ. സോ യു വിൽ ഫീൽ കംഫർട്ടബിൾ. നമ്മൾ എഴുതുന്ന ആൾക്ക് പ്രോഗ്രാം പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. സോ നമുക്ക് അടുത്ത് അസംബ്ലർ എന്താണെന്ന് നോക്കാം. അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് യുവർ ലോ ലെവൽ ലാംഗ്വേജ് ടു എ മെഷീൻ ലാംഗ്വേജ്. അസംബ്ലറിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് അറിയാവുന്നത്. മാസം, MASM, TASM, NASM, എക്സെട്ര. അസംബ്ലറിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ അസംബ്ലർ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമാണ് മാസം, TASM, NASM, എക്സെട്ര. ഓക്കെ, നമുക്കിനിയിപ്പം 8086 എന്നുള്ള മൈക്രോ പ്രോസസ്സറിനെ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കാദ്യം ആ 8086ൻ്റെ ആർക്കിടെക്ചർ നന്നായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മെയിനായിട്ട് നമുക്ക് അതിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, മെമ്മറി ലൊക്കേഷൻസ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ, നമ്മൾ പ്രോഗ്രാമിൽ അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ എബൌട്ട് ദ രജിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു മെമ്മറി ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി ഡിവൈസാണ് രജിസ്റ്റർ. നമ്മൾ AX അക്യുമുലേറ്ററിനെ കണ്ടു. 8086ന് നമുക്ക് 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. വി ഓൾറെഡി നോ അബൌട്ട് ദാറ്റ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. AX എന്ന് പറയുന്നത് നമ്മുടെ അക്യുമുലേറ്ററാണ്. ഈ അക്യുമുലേറ്റർ 16 ബിറ്റ് ആയിരിക്കും. ഈ 16 ബിറ്റ് അക്യുമുലേറ്ററിനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. AH ആൻഡ് AL. AH എന്ന് പറയുന്ന അക്യുമുലേറ്റർ ഹൈയും AL എന്ന് പറയുന്ന അക്യുമുലേറ്റർ ലോവും ആയിരിക്കും. ഇത് ഒരെണ്ണം 8 ബിറ്റ് ആയിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി.
അതേപോലെ തന്നെ നമുക്ക് ബേസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, കൗണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്, എവറിത്തിങ് ഇൻ ദ സെയിം മാനർ. സോ BX എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബേസ് രജിസ്റ്റർ. ഈ ബേസ് രജിസ്റ്ററിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്? അതും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് BH അല്ലെങ്കിൽ BL എന്ന്. ബേസ് രജിസ്റ്റർ ഹയർ ബിറ്റും ബേസ് രജിസ്റ്റർ ലോവർ ബിറ്റും. ഓക്കെ, സോ ബാക്കിയുള്ള രജിസ്റ്റേഴ്സ് എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CX എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ട് രജിസ്റ്ററാണ്. അതും നമുക്ക് CH ആയിട്ടും കൗണ്ട് ഹയറും കൗണ്ട് ലോവറുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ AX, BX, CX, DX എന്ന് പറയുന്നത് 16 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. CH, CL, DH, DL, BH, BL, AH, AL എന്ന് പറയുന്നത് ഓരോന്നും 8 ബിറ്റാണ്. DH 8 ബിറ്റാണ്, DL 8 ബിറ്റാണ്. പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററും. പിന്നെ ബേസ് പോയിൻറ്ററും സ്റ്റാക്ക് പോയിൻറ്ററും. നമുക്കിതെല്ലാം വെനെവർ വി ആർ എൻകൗണ്ടറിങ് വിത്ത് ദിസ് വൺ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം നമുക്ക് അക്യുമുലേറ്ററും ബേസ് രജിസ്റ്റർ, കൗണ്ട് രജിസ്റ്റർ, ഡേറ്റ രജിസ്റ്റർ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. AX എന്ന് പറയുന്ന AHും ALും ചേർന്നതാണ് AX എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡിവിജ്വലി AHും യൂസ് ചെയ്യാം, ALും യൂസ് ചെയ്യാം പ്രോഗ്രാമിൽ. അതല്ലെങ്കിൽ മൊത്തത്തിൽ AX ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. ഒരു ഡേറ്റ ഞാൻ AXലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ AX നമ്മുടെ 16 ബിറ്റ് രജിസ്റ്ററിലോട്ട് കൊടുത്താൽ AHലും ALലും ആ ഡേറ്റ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ AXലോട്ട് കൊടുത്ത ഡേറ്റ 0011110011000011. ഈ AXലോട്ട് ഞാൻ ഈ ഒരു ഡേറ്റ കൊടുക്കുമ്പോൾ ഇതിൽ ഏതാണ് AHൽ പോവുക, ഏതാണ് ALൽ പോവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു 16 ബിറ്റാണുള്ളത്. അപ്പം നമുക്ക് AX എന്ന് പറയുന്ന AHും ALും ചേർന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലോവർ ബിറ്റ് ALലോട്ട് പോകുന്ന വാല്യൂസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. LSB ആണ് 1 2 3 4 5 6 7 8. ഇവിടം വരെ ഉള്ള ഡേറ്റ എവിടെ പോകും? നമ്മുടെ LSBയിൽ പോകും. ഈ തൊട്ട് ഇവിടം വരെ, ഈ 00 തൊട്ട് ഇവിടെ 00 ഉള്ളവരുടെ ഡേറ്റ നമ്മുടെ AHനകത്തോട്ടും പോകും ഡേറ്റ. അപ്പം നമുക്കിതിനകത്ത് നോക്കാം ഏതിനകത്ത് ഡേറ്റ വരുന്നത്. 00111100 എന്ന് പറയുന്ന AHലും 11000011 എന്ന് പറയുന്നത് നമ്മുടെ ALൽ